ഓർത്ത് നോക്കെന്റെ പ്രിയപ്പെട്ടവരെ, 3 മണിക്ക് ആഹാരം കഴിച്ച് പള്ളിയിൽ പോകുന്ന ചെറുപ്പക്കാര്, ഭരട്ടാക്കന്മാര്, മധ്യവയസ്കര് തിരിച്ചു പോകുന്നത് എപ്പോഴാണ്? രാത്രി ഇശാ കഴിഞ്ഞിട്ടാ. അതുവരെയും ഭാര്യയുടെ ജോലിയുണ്ടാ. ഫസാദിന്റെ മജ്‌ലിസ് അസർ കഴിഞ്ഞാൽ അപ്പുറത്തെ സഹോദരിയെ വിളിച്ചുകൊണ്ട് അതാ പരദൂഷണ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്യുകയാ. അത് കഴിഞ്ഞാലോ സമയത്തുൽ ഇബാ മാറി മാറി വരുന്ന സീരിയലുകൾ കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുമ്പോൾ കൈകൊട്ടിച്ചിരിക്കുമ്പോ ഉമ്മാമ പറയുന്നു, മക്കളെ എനിക്ക് കാണേണ്ട ആകാശരൂഢ, കാരണം എനിക്ക് കരയണം, മരിക്കാനായല്ലോ. ആ സന്ദർഭത്തിൽ ചെറുപ്പക്കാരി വന്നിട്ട് പറയുന്നു, പറ്റൂല, എനിക്ക് കാണേണ്ടത് ഫാഷൻ പരേഡാ. ആ സന്ദർഭത്തിൽ കൊച്ചുമക്കൾ വന്നിട്ട് പറയുന്നു, അത് രണ്ടും കാണാൻ പറ്റൂല, കൊച്ചു TV വെച്ചതാ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതല്ലേ വീടുകളിൽ നടക്കുന്നത്? ആലോചിച്ചോ, പണ്ടുള്ള ഉമ്മാമമാര് TV കാണാറില്ല. അത് കഴിഞ്ഞ് വന്ന മാരാക്കൾ പറയുന്നത്, ബാങ്ക് വിളിക്കുമ്പോ പൊന്നുമക്കളെ നിങ്ങൾ ഓഫാക്ക്, ബാങ്ക് കേൾക്കുന്നു എന്ന് പറയുമായിരുന്നു. ഇന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് കേൾക്കുന്നു, നിങ്ങൾ വോളിയം കുറയ്ക്കുന്ന. 5 കൊല്ലം കഴിഞ്ഞാ ഉമ്മാമമാര് പറയും, ഇൻഷാ അല്ലാഹ് ഇതാ ബാങ്ക് കേൾക്കുന്നു, അതുകൊണ്ട് ഇംഗ്ലീഷ് ചാനൽ മാറ്റിയിട്ട് മലയാളമാക്കിക്കോ എന്ന് പറയുന്ന കാര്യം, എന്ന് പറയുന്ന വാക്ക് അനധിവിദൂര ഭാവിയിൽ വരും. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ സമയത്തുൽ ഇബാ കളിതമാശകളെ കേട്ടുകൊണ്ട് മഗ്‌രിബ് നിസ്കാരത്തിന്റെ ബാങ്ക് കേട്ടില്ല, ഇശാ നിസ്കാരത്തിന്റെ ബാങ്ക് കേട്ടില്ല. അങ്ങനെ സമയം ചെലവഴിക്കുമ്പോ നിന്റെ ഭർത്താവിന്റെ ഇബാദത്ത് സ്വീകരിക്കപ്പെടുവോ ഇല്ലയോ എന്ന് സംശയിക്കണേ പൊന്നുമോള്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നാലാമത്തെ വിഭാഗം അതാണ്. തീറ്റ കുടി ഉറക്കം ഇതല്ലാതെ മറ്റൊരു ചിന്തയില്ല. ഭർത്താവിനെ വഴിപ്പെടണമെന്നോ ഒരു ചിന്തയുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഭർത്താവിന്റെ ജീവിതത്തിൽ ആ തൃപ്തിയുള്ളവളായിരിക്കണം ഭാര്യ. എല്ലാ കാര്യങ്ങളിലും ആ ഭർത്താവിനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ, അതുപോലെ ആദരിക്കുന്ന വിഷയത്തിൽ. ഇൻഷാ അല്ലാഹ് എന്റെ സഹോദരിമാരെ, ഞാൻ 4 കാര്യം കൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. 4 കാര്യം ഞാൻ പറഞ്ഞു തരാം. ആ 4 കാര്യം നിങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിന്റെ 8 വാതിലുകൾ നിങ്ങൾക്ക് തുറന്ന് അല്ലാഹു തരും. അതിനു മുമ്പ് അവിവാഹിതകളായ സഹോദരിമാരോട് ഞാൻ പറയാം. അവിവാഹിതകളായ സഹോദരിമാർക്ക് നല്ല ഭർത്താവിനെ, ആരോഗ്യമുള്ള അതുപോലെ സ്വഭാവശുദ്ധിയുള്ള ഭർത്താവിനെ ജീവിതത്തിൽ സഖിയായി, ജീവിതത്തിൽ സന്തോഷത്തോടെ ഇണയായി കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം. അത് നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മരണം വരെയും സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഭർത്താവിന് അല്ലാഹു നൽകും. എന്താണെന്നറിയോ? ജീവിതത്തിൽ അടക്കവും ഒതുക്കവും. എങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ഭർത്താവ്, ശാരീരികമായിട്ട് നല്ല ആരോഗ്യമുള്ള, നല്ല സ്വഭാവശുദ്ധിയുള്ള ആളെ കിട്ടും. എങ്ങനെയാ? മൂസാ നബി ഒരാളെ കൊന്നിട്ട് നാട് വിടുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന വന്നു. ചരിത്രം വിശാലമാണ്. പ്രവാചകന്മാർ ആൾക്കാരെ കൊന്നൊന്നും ചിന്തിക്കണ്ട. അല്ലാഹുവിന്റെ റസൂല് മൂസാ നബി പ്രത്യേക ഒരു സാഹചര്യത്തിൽ പിടിച്ചു മാറ്റിയപ്പോഴും മറിഞ്ഞു വീണ ഒരാള് മരിച്ചുപോയി. അങ്ങനെ പേടിച്ചോടി. അല്ലാഹുവിന്റെ കൽപ്പന വന്ന് ഓടി എവിടെ എത്തി? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മൂസാ നബി മദിയൻ ജലാശയത്തിന്റെ അടുക്കലെത്തി. നോക്കുമ്പോൾ കുറെ ആളുകൾ ഈ ജലാശയത്തിൽ നിന്ന് വെള്ളം കോരി കുടിക്കുകയും ആടുകളെ കുടിപ്പിക്കുകയും വീട്ടിൽ കൊണ്ടുപോകാൻ ശേഖരിക്കുകയും ചെയ്യുന്നു. അക്കൂട്ടത്തിൽ 2 യുവതികൾ സുന്ദരികളായി മാറി നിൽക്കുകയാണ് അച്ചടക്കത്തോടെ. മൂസാ നബിക്ക് ആരെയും പരിചയമില്ല. മൂസാ നബി നേരെ ആ ചെറുപ്പക്കാരികളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾ വെള്ളം കോരാത്ത? അവര് പറഞ്ഞു, അവിടെ ആരോഗ്യമുള്ള ചെറുപ്പക്കാര് വെള്ളം കോരുകയാ, ആരോഗ്യമുള്ള ചെറുപ്പക്കാര് വെള്ളം കുടിപ്പിക്കുകയാണ് ആട്ടിൻപറ്റങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ പോകാത്തത്. ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ, ഞങ്ങൾ സ്ത്രീകളല്ലേ, അതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുകയാണെന്ന് പറയുമ്പോ മൂസാ നബി 2 പേർക്കും വെള്ളം കോരി കൊടുത്തു. 2 പേർക്കും വെള്ളം കോരി കൊടുത്തു. അവർ 2 പേരും വെള്ളപ്പാത്രവുമാകിട്ട് നേരത്തെ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ എന്റെ സഹോദരങ്ങള്, മൂസാ നബി വെള്ളം കോരി കൊടുക്കുന്നതിന് മുമ്പ് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ? ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, അബൂനാ ശൈഖുൻ കബീർ, അബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ വല്ലാതെ വേദനിച്ച്, വല്ലാതെ പ്രായം ചെന്ന് കിടക്കുന്ന ഒരു പിതാവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോഴും ആ
പിന്നെ ദുഃഖം തോന്നിയ മൂസാ നബി, വിഷമം തോന്നിയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വെള്ളം കൊടുത്തു. ആ വെള്ളപാത്രവുമായിട്ട് അവർ വീട്ടിൽ ചെന്നു. ആ സന്ദർഭത്തിൽ വാപ്പ ചോദിച്ചു, മക്കളെ നിങ്ങൾ എങ്ങനെയാ പെട്ടെന്ന് വെള്ളം കൊണ്ടുവന്നത്? താമസിച്ചല്ലേ നിങ്ങൾ വരുള്ളൂ. ആ സന്ദർഭത്തിൽ ആ പെൺകുട്ടികൾ പറഞ്ഞു, ഒരാള് ഞങ്ങൾക്ക് വെള്ളം കോരി തന്നുപ്പാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളം കോരി കൊടുത്തതാണ്. പിതാവ് പെൺകുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ വന്നോ? പെട്ടെന്ന് നിങ്ങൾ വന്നതിനാ? നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഉപകാരം കൊടുക്കണ്ടേ? അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കാം. അതുകൊണ്ട് അയാളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ മൂത്ത മകൾ ഇങ്ങനെ ഓടി വന്നു തിരിച്ച് മൂസാ നബിയെ വിളിക്കാൻ വേണ്ടിയിട്ട്. മൂസാ നബി അപ്പൊ എന്താ ചെയ്തെന്നറിയോ? ഇവർക്ക് വെള്ളം കൊടുത്തിട്ട് ഒരു വൃക്ഷത്തിന്റെ തണലിൽ പോയിരുന്നു കൊണ്ട് പറയുകയാണ്, ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ربي إني لما أنزلت إلي من خير فقير. ربي إني لما أنزلت إلي من خير فقير. അല്ലാഹുവേ, നീ എന്ത് തന്നാലും അത് സ്വീകരിക്കാൻ ഞാൻ ആവശ്യക്കാരനാണ്. എന്ത് നല്ലൊരു ചെയ്താലും സ്വീകരിക്കാൻ ആവശ്യക്കാരനാണ് എന്ന് മഹാനായ മൂസാ നബി ദുആരക്കുമ്പോൾ ഈ പെൺകുട്ടി ഓടി അടുത്തു വന്നു. ഈ ആയത്ത് ഓതിയാൽ വിവാഹപ്രായമൊക്കെ നിൽക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങൾക്കൊക്കെ പെട്ടെന്ന് കല്യാണം നടക്കുന്ന പണ്ഡിതന്മാര് പറയുന്നത് ഈ ആയത്ത് ഓതിയാൽ മതി. ഇത് ഓതിയപ്പോഴാണ് മൂസാ നബിയുടെ വിവാഹം നടക്കാൻ പോവാൻ. അത് ആര് ഓതുന്നുവോ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ വിവാഹം നടക്കും. അത് ഓതിയാൽ മതി ഇൻഷാ അല്ലാഹ്. മക്കളില്ലാത്തവർ ഓതിയപ്പോഴാ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല സന്താനങ്ങളെ കൊടുത്തത്. ഖുർആനിലുണ്ട് പ്രിയപ്പെട്ടവരെല്ലാം. അതുകൊണ്ട് മൂസാ നബി ഓതിയിരിക്കുമ്പോൾ ആ പെൺകുട്ടി വന്നിട്ട് പറയുന്നു, അല്ലയോ സഹോദരാ, ഞങ്ങളുടെ ഉപ്പ നിങ്ങൾക്ക് കൂലി തരാൻ വിളിക്കുകയാണ്, കൂലി തരാൻ വിളിക്കുന്നു, വരിക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൂട്ടി പെണ്ണിനെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവിന്റെ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞു, കൂലി പ്രഖ്യാപിച്ചു. എന്താണെന്നറിയോ? വിശാലമാണ്. എന്താണ് കൂലി? എന്താ കൂലി കൊടുത്ത എന്റെ പ്രിയപ്പെട്ടവരെ? രണ്ട് മക്കൾ നിപ്പുണ്ട്, പെൺകുട്ടികൾ, ഇഷ്ടപ്പെട്ടതിനെ കല്യാണം കഴിച്ചു. നമ്മളാണെങ്കിൽ പറയുന്നത് നിങ്ങളിപ്പോ ഇല്ലാതെ സുഖമില്ലാതെ കിടക്കയില്ല, ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ എണീക്കും തോന്നില്ല, അതുകൊണ്ട് രണ്ടെണ്ണത്തിൽ ഒന്നാകേണ്ട, രണ്ടെണ്ണത്തിൽ ഞങ്ങൾ നോക്കും എന്ന് നമ്മൾ പറയും. മൂസാ നബി പറഞ്ഞു, അതിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെട്ടതിനെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ അതിൽ മൂത്ത പെൺകുട്ടി പറയുകയാണ്, ഉപ്പാ, ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ. നിങ്ങൾ തിരഞ്ഞെടുത്ത, നിങ്ങൾ കൂലി കൊടുക്കാൻ വിളിച്ച ചെറുപ്പക്കാരനുണ്ടല്ലോ, അവൻ നല്ല വിശ്വസ്തനും അതുപോലെ ശക്തനുമാണ് ഉപ്പാ. വിശ്വസ്തനും ശക്തനുമാണ്. നമ്മുടെ മക്കളെ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ചെറുപ്പക്കാരനെ കൂടെ കൊണ്ടുവന്നിട്ട് പറയാൻ, ഇവൻ വിശ്വസ്തനും ശാരീരികമായിട്ട് കഴിവുള്ളവനാണെന്ന് പറയാൻ നമ്മൾ അടി കൊടുക്കൂലേ നമ്മുടെ മക്കൾക്ക്? എങ്ങനെ നിനക്ക് മനസ്സിലായി? മൂസാ നബിയുടെ വിശ്വസ്തതയും ആരോഗ്യവും ഈ പെൺകുട്ടി പറഞ്ഞപ്പോ ആ പെൺകുട്ടിയോട് പിതാവ് ചോദിച്ചു, അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ പെൺകുട്ടി പറഞ്ഞത്, ഉപ്പാ, മറ്റൊന്നുമല്ല, ഞാൻ ചെന്ന് വിളിക്കാൻ നേരത്ത് ഈ സാധുവായ മനുഷ്യന്റെ മുമ്പേ നടന്നു വന്നു. ഈ സാധുവായ മനുഷ്യന്റെ മുമ്പിൽ ഞാൻ നടന്നു വന്നു. ഞാൻ നടന്നു വഴി കാണിക്കാൻ വേണ്ടി ഞാൻ ആ സഹോദരന്റെ മുമ്പിലൂടെ നടന്നു വരുമ്പോ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, ചെറുപ്പക്കാരിയായ പെണ്ണേ, നിന്റെ ശരീരത്തിന്റെ പുറകുവശം എന്റെ ദൃഷ്ടിയിൽ പതിക്കുകയാ, അതുകൊണ്ട് എന്റെ പുറകെ വാ, ഞാൻ മുമ്പേ പോകാ. എനിക്ക് സ്ഥലമറിഞ്ഞുകൂടാ, എനിക്ക് വഴിയും തെറ്റിപ്പോയാ, നീ ഒരു ചരൽ കല്ലെടുത്ത് എന്റെ പുറത്തേക്ക് എറിയണം, ഒരു ചരൽ കല്ലെടുത്ത് എന്റെ പുറത്തെറിയണം. ആ സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലാകും വഴി തെറ്റിപ്പോയെന്ന്. ആ ശരിയായ വഴി നീ ഒരു കല്ലെടുത്തിടണം, ഞാൻ അത് വഴി നടന്നോളാം. എന്തായിരുന്നാലും മുമ്പ് നടക്കണ്ട, പുറകെ വരാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി എന്നെ പിടിച്ച് പുറകിലാക്കി ഉപ്പാ. എനിക്ക് മനസ്സിലായി ഇയാളെ വിശ്വസ്തത. ആട്ടെ, അതല്ല വിഷയം. ആരോഗ്യം എങ്ങനെ മനസ്സിലായി? ഈ ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് വെള്ളം കോരിട്ടരുമ്പോ ജനങ്ങൾ വെള്ളം കോരുന്ന ഭാഗത്ത് നിന്നല്ല വെള്ളം കോരിട്ടെന്നത് മറിച്ചോ 10 പേര് പിടിച്ച പൊങ്ങാത്ത പാറ ഈ മനുഷ്യൻ ഒറ്റക്കെടുത്തു മാറ്റിയിട്ട് നിങ്ങൾക്ക് വെള്ളം കോരിട്ടുപ്പാ. ഒറ്റയ്ക്ക് പിടിച്ചാൽ പൊങ്ങൂല, 10 പേര് പിടിച്ചാൽ മാത്രമാണ് പൊങ്ങുന്ന പാറ. ഈ പാറയിൽ നിന്ന് പൊക്കിയിട്ട് വെള്ളം ഞങ്ങൾക്ക് കോരിത്തന്നു ഉപ്പാ. അപ്പൊ എനിക്ക് മനസ്സിലായാൽ ആരോഗ്യമുള്ളവനാണ് എന്ന്.
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങനെയാണ് ഭാഗ്യം കിട്ടിയത്. എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ഈ മകളെ കിട്ടി, ഈ മകൾക്ക് അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ കിട്ടി, ആരോഗ്യമുള്ള വിശ്വസ്തനായ ഒരു ഭർത്താവിനെ കിട്ടി. എന്തിന്റെ പേരിലാണ്? വേറെ ഒരു കാരണവുമില്ല, അച്ചടക്കം ഉണ്ടായിരുന്നു. അടങ്ങി ഒതുങ്ങി നിന്നുകൊണ്ടല്ലേ മൂസാ നബി വെള്ളം കോരി കൊടുത്തത്. വെള്ളം കോരി കൊടുത്തത് കൊണ്ടാണല്ലോ വാപ്പ കൂലി കൊടുക്കാൻ വിളിപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ മൂസാ നബി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് ഈ പിതാവിനോട്. അങ്ങനെയാണല്ലോ മകളെ കെട്ടിച്ചു കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സഹോദരിക്ക് നല്ല ഭർത്താവിനെ കിട്ടിയത് അടക്കം ഒതുക്കുള്ളതിന്റെ പേരില. അതുകൊണ്ട് എന്റെ യുവാക്കളോട് പറയാൻ, ജനസേവകരായി മാറിയ നല്ല പെണ്ണിനെ കിട്ടും, വാപ്പാടെ മോളെ കിട്ടും, നല്ല വാപ്പാടെ മോളെ കിട്ടും. മൂസാ നബി വെള്ളം കോരി കൊടുത്തുകൊണ്ടാണല്ലോ ഈ മൂസാ നബിക്ക് ഈ മകളെ കിട്ടിയത്, നല്ല വാപ്പാടെ മോളെ കിട്ടിയത്. ഏതാ നല്ല വാപ്പ? ആ പിതാവാരാണ്? നബിയുല്ലാഹി ശുഐബ് അലൈഹിസ്സലാം. ശുഐബ് നബിയുടെ മക്കളായിരുന്നു അത്. അതുകൊണ്ട് നാളെ വെള്ളം കോരാൻ വേണം, താത്താമാരെ കുളം പിടിച്ചുകൊണ്ട് പോകേണ്ട, വെള്ളം കോരി കൊടുക്കുക. എന്നെ സേവനമൊന്നും പറഞ്ഞിട്ട് പാവപ്പെട്ട സഹോദരിമാര് വിശന്ന് കഴിയുമ്പോൾ, അതല്ലെങ്കിൽ സഹോദരങ്ങൾ വിശന്ന് കഴിയുമ്പോൾ, ഒരു വിശ്വാസി മരണപ്പെടുമ്പോൾ നെറ്റിത്തടം വിയർക്കുമെന്നാണ്. പാപം പൊഴിഞ്ഞു പോകുന്നത് ഒരു കാരണം, മറ്റൊന്ന് അതിന്റെ അർത്ഥം വിശ്വാസി മരണം വരെയും പരിശ്രമിയായിരിക്കുന്ന. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു രീതിയിൽ നിങ്ങൾ മാറി. സഹോദരിമാരോട് പറയാൻ പോരെ, ആരോഗ്യമുള്ള വിശ്വസ്തനായ നല്ല ഭർത്താവിനെ കിട്ടണമെങ്കിൽ നിങ്ങൾ അടക്കു ചേരേണ്ടതേ ചെയ്തു. അള്ളാഹു നമുക്ക് നല്ല സ്വാലിഹായ ഭർത്താക്കന്മാരെ അള്ളാഹു നൽകി സഹോദരിമാർക്ക് അനുഗ്രഹിക്കട്ടെ. അതുപോലെ വിവാഹം കഴിക്കാത്ത സഹോദരങ്ങൾക്ക് സ്വാലിഹത്തായ ഭാര്യ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ എന്റെ സഹോദരങ്ങളെ നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിങ്ങൾക്ക് കിട്ടും. സ്വർഗ്ഗത്തിന് 8 വാതിലുണ്ടെന്ന് പറഞ്ഞു. സ്വർഗ്ഗത്തിന് 8 വാതിലുകളാണുള്ളത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ, സമാനിയതു അബ്വാബിൽ ജന്ന, സമാനിയതു അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന് 8 വാതിലുകളുണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോ, ബാബു റയ്യാനിലൂടെ നോമ്പുകാര് വിളിക്കുമ്പോ, അതുപോലെ ബാബു സദഖയിലൂടെ ദാനധർമ്മം ചെയ്യുന്നവരെ വിളിക്കുമ്പോ, ബാബു സ്വലാത്തിലൂടെ നിസ്കാരക്കാരെ വിളിക്കുമ്പോൾ, ഇത് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് വിശദീകരിച്ചു കൊടുക്കുമ്പോ സഹാബാക്കൾ ചോദിക്കുകയാണ്, നബിയേ, അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, നബിയേ, ഈ 8 വാതിലൂടെയും എന്നെ വിളിക്കുമോ? 8 വാതിലൂടെയും എന്നെ മാടി വിളിക്കുമോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അബൂബക്കറിനോട് പറഞ്ഞതെന്താ? അബൂബക്കറേ, 8 വാതിലൂടെയും നിന്നെ മാടി വിളിക്കാ ഞാൻ ആഗ്രഹിക്കുന്നു. അബൂബക്കറേ, എന്റെ സഹോദരിമാരെ കേട്ടുകൊള്ളട്. ഒരു പ്രവാചകന്റെ പ്രിയപ്പെട്ട ഖലീഫയോട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് പറഞ്ഞത്, നിങ്ങളെ 8 വാതിലൂടെയും മാടി വിളിക്കാൻ ഞാൻ കൊതിക്കുന്നു എന്നാണ് അബൂബക്കറിനോട് പറഞ്ഞതെങ്കിലോ, എന്റെ സഹോദരിമാരെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ആ സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകൾ തുറന്നിട്ട് തന്നിട്ട് അതിലൂടെ ഇഷ്ടപ്പെട്ട വാതിലൂടെ നിങ്ങൾക്ക് കയറി പോകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതാണ് 4 കാര്യമെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് 5 നേരം നമസ്കരിച്ചു കഴിഞ്ഞാൽ, 5 നേരം നമസ്കാരം അവൾ നിലനിർത്തിയാൽ, വസാമത്തു ശഹ്റഹാ, റമളാനെത്തുമ്പോൾ നോമ്പ് പിടിച്ചാൽ, 5 നേരം അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ, റമളാനിൽ നോമ്പ് പിടിച്ചാൽ, വഹഫിലതു ഫർജഹാ, അവളുടെ ചാരിത്രത്തെ സംരക്ഷിച്ചാൽ, അവളുടെ ചാരിത്രത്തെ അവളെ സംരക്ഷിച്ചാൽ, വതാഅത്ത് സൗജഹാ, സ്വന്തം ഭർത്താവിനെ വഴിപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഖലത്ത് ജന്നത റബ്ബിഹാ, സ്വർഗ്ഗത്തിന്റെ വാതിലൂടെ, ഇഷ്ടപ്പെട്ട വാതിലൂടെ അവൾക്ക് കയറി പോകാം. എന്റെ പെങ്ങളെ, നിനക്കതിന് വേണ്ടേ? അല്ലാഹുവിന്റെ സ്വർഗ്ഗം വേണ്ടേ? 5 നേരം നമസ്കരിച്ചോ, എന്നിട്ടോ റമളാനിൽ നോമ്പ് പിടിച്ചോ, ഭർത്താവിനെ വഴിപ്പെട്ടോ, അതുപോലെ പെങ്ങളെ ചാരിത്രത്തെ നീ സംരക്ഷിച്ചോ. നിന്റെ ഭർത്താവിനല്ലാതെ നിന്റെ ശരീരം പങ്കുവെക്കില്ലേ? ഈ 4 കാര്യം നീ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട വാതിലൂടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലോട്ട് കടന്നു പോകാൻ കഴിയുമെങ്കിൽ, അങ്ങനെ അല്ലാഹുവിനെ ആരാധിച്ച, റസൂലുള്ളാഹിനെ വഴിപ്പെട്ട്, അതുപോലെ ഭർത്താവിനെ ആദരിച്ച ഒരു സഹോദരി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാ. സഹോദരിമാരെ, ആ വിഭാഗത്തിൽ നിങ്ങൾ പെടണേ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.